ഹായ് എവരി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളിന്ന് കോളിഫ്ലവർ ഫ്രൈഡ് ഗ്രേവിയും അതേപോലെ തന്നെ ഗീ റൈസുമാണ് റെഡിയാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് വിഭവങ്ങളാണ്. വളരെ ഹെൽത്തിയുമാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പം നമ്മൾ അതിനായിട്ട് പാത്രത്തിൽ വെള്ളം വെച്ച് തിളക്കുമ്പോൾ കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളായിട്ട് വേവിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം ചെറിയ കഷ്ണങ്ങളായിട്ടല്ല കേട്ടോ കോളിഫ്ലവർ കട്ട് ചെയ്യുന്നത്. കുറച്ച് വലിപ്പമുള്ള പീസസ് ആയിട്ട് തന്നെയാണ് കോളിഫ്ലവർ കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിത് വെന്ത് വരുമ്പോൾ ഇത് ചെറുതാകും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിക്കാൻ വേണ്ടി ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്ക് വേറൊരു പണിയെടുക്കാം കേട്ടോ. വേറെന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇത് തിളക്കുന്നതിനിടയിൽ നമുക്ക് ഉള്ളി മസാല തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു പാന് അല്ലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കുനുകുന മുറിച്ചിട്ട് ഉള്ളിയും അതിലേക്കിട്ട് ഉള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറേ മുന്നിലുള്ളൂ. ഈ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കണം, അതേപോലെ കറിയും റെഡിയാക്കണം. നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. സ്പെഷ്യലായിട്ട് ഈ ഒരു റെസിപ്പി മാത്രമാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നെയ്ച്ചോറ് പൊതുവെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. അപ്പം നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് വാടി വരുമ്പോഴേക്ക് നമ്മുടെ എന്ത് റെഡി ആയിട്ടുണ്ടാകും, നമ്മുടെ കോളിഫ്ലവർ ഇവിടെ വെന്തിട്ടുണ്ടാകും. പാകത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ഈ ഉള്ളി വാട്ടുന്നതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ഇപ്പോൾ തൽക്കാലം ഈ ഉള്ളി മസാലയിലേക്ക് ചേർക്കുന്നില്ല. നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചെറുങ്ങനെ ചൂടായി കൊടുക്കുന്നുണ്ട്. ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച് ഈ കോളിഫ്ലവറിലേക്ക് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും അതേപോലെ തന്നെ മുളക് പൊടി കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഇവിടെ എരിവ് ഇഷ്ടമായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് പാകത്തിന് എടുക്കാം. കാരണം നമ്മൾ ഉള്ളി മസാലയിലൊന്നും മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് സ്പൈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇത്തിരി കോൺഫ്ലോർ കൂടി ചേർക്കുന്നുണ്ട്, എന്നാലും മാത്രമേ സ്റ്റിക്കായിട്ട് നിൽക്കുള്ളൂ. പൊതുവെ എല്ലാവരും ചെയ്യുന്നൊരു ട്രിക്കാണത്. അപ്പോൾ ഞാനും അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. കുറച്ച് കോൺഫ്ലോർ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കോളിഫ്ലവർ ഫ്രൈ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിച്ചു പോകാറുണ്ട്. ഇപ്പം ഇന്ന് തിരക്കിലായതുകൊണ്ട് ഇപ്പോൾ അതിനൊന്നും നേരെയില്ല. അപ്പം നമ്മൾ നന്നായിട്ട് ഇത് വാട്ടിയെടുക്കണം. നല്ല കുഴഞ്ഞ് വരും. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി റെഡിയാക്കുന്നുണ്ട്. കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കുറച്ചൊന്ന് ലയിപ്പിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവിയിലേക്ക് ഒഴിക്കാനുള്ള തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതും ഒരു പൊടിക്കൈയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഗോബി ഫ്രൈ ഇവിടെ, അല്ലെങ്കിൽ ഗോബി ഫ്രൈ എന്നോ അല്ലെ കോളിഫ്ലവർ ഫ്രൈ എന്നോ പറയാം. നമ്മൾ ഇതേപോലെ തന്നെയാണ് ഗോബി മഞ്ചൂരി ഉണ്ടാക്കുക. നമ്മളിത് ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. നല്ല മണമാണ്, അന്നേരം തന്നെ കഴിക്കാൻ തോന്നും. അപ്പം നമ്മുടെ ഉള്ളി മസാലയും ഇവിടെ എന്തായിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉള്ളി വാട്ടിയതും ഈ കോളിഫ്ലവർ മനസ്സിലാകാത്ത രീതിയിൽ അത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെ ടൊമാറ്റോ സോസ് എന്താണോ കയ്യിലുള്ളത് അതാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. വേറെ തക്കാളിയൊന്നും ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ടൊമാറ്റോ സോസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും മിക്സിങ് തുടങ്ങാം. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഈ ടൊമാറ്റോ കെച്ചപ്പ് എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കലക്കി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇപ്പോൾ അടുപ്പിരിക്കുന്നത്, ലോ ഫ്ലെയിമിലാണുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണിത്. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈഡ് മസാല റെഡി ആയതോടൊപ്പം തന്നെ നമ്മൾ ഗീ റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ചോറിട്ട് അതിന് മുകളിലായി നമ്മൾ മസാല ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.